ഫസ്റ്റ് വീഡിയോയിൽ ചിത്രം വരയ്ക്കാൻ കഴിയാത്ത വിഷമം സെക്കൻഡ് വീഡിയോയിൽ തീർക്കാമെന്ന് വെച്ചിട്ടാണ് ഞാനിവിടെ ഈ ബുക്കും കൊണ്ട് വന്നത്. ബട്ട് ഇവിടെയും സെയിം പ്രശ്നം, പിൻട്രസ്റ്റ് നോക്കാണ്ട് വരയ്ക്കാനുള്ള കഴിവ് എനിക്കില്ല. എന്താലേ? അങ്ങനെ ഞാനൊരു മാർഗം കണ്ടുപിടിച്ചു. ഫസ്റ്റ് ഞാൻ വിചാരിച്ച ചിത്രം ഒരു ബുക്കിൽ വരച്ചിട്ട് പിന്നെ അത് നോക്കി വീഡിയോ എടുക്കുമ്പോൾ വേറൊരു ബുക്കിൽ വരയ്ക്കാം. ഈ ചിത്രം വരയ്ക്കുന്നതിൻ്റെ ഇടയിൽ എന്നോടൊരു ഈച്ചയ്ക്ക് ക്രഷ് അടിച്ചെന്ന് തോന്നിട്ടോ. ഞാൻ എത്ര ആട്ടി വിട്ടിട്ട് തിരിച്ച് എൻ്റെ അടുത്ത് തന്നെ വരികയായിരുന്നു. വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ ഫോണൊന്ന് സ്വിച്ച് ഓഫ് ആയിട്ടോ. അതാണ് ഞാൻ അറിഞ്ഞതുമില്ല. കാരണം ഞാൻ രാവിലെ തന്നെ ചാർജെല്ലാം കയറ്റി വെച്ചിട്ടാണ് വീഡിയോ എടുക്കാമെന്ന് വെച്ച് വന്നത്. പക്ഷേ അതിൻ്റെ ഇടയിൽ ഫസ്റ്റ് ഒരു ചിത്രം വരയ്ക്കേണ്ടി വന്നു. അതാണെങ്കിൽ എന്തായാലും വരയ്ക്കല്ലേ എന്ന് വെച്ച് നല്ലോണം ഡീറ്റെയിൽ ആയിട്ട് ഒരു മണിക്കൂറൊക്കെ എടുത്തിട്ടാട്ടോ ഫസ്റ്റ് ചിത്രം ഞാൻ വരച്ചത്. അപ്പോൾ തന്നെ ചാർജ് കുറേയൊക്കെ തീർന്നിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ ചിന്തയിൽ ചാർജ് ഉണ്ടല്ലോ എന്നൊക്കെ വെച്ച് ഞാനങ്ങനെ ഇരുന്നു. പകുതി വെച്ച് ഫോൺ സ്വിച്ച് ഓഫ് ആയതൊന്നും ഞാൻ അറിഞ്ഞില്ല. പിന്നെ ഫോക്കസൊക്കെ റെഡിയല്ലേ എന്ന് നോക്കാൻ വേണ്ടി ജസ്റ്റ് നോക്കിയപ്പോഴാണ് ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നത്. അങ്ങനെ വീണ്ടും ഫോൺ ചാർജിലിട്ട് എടുത്തിട്ടാണ് ബാക്കിയുള്ള ചിത്രം വരയ്ക്കാൻ കഴിഞ്ഞത്. അങ്ങനെ ഇങ്ങനെയൊക്കെ വരച്ച് കഴിയുമ്പോഴത്തേക്ക് സന്ധ്യയായി. ഈ വീഡിയോ എടുത്തുകൊണ്ട് ചിത്രം വരയ്ക്കുന്നതും അല്ലാണ്ട് നമ്മൾ വരയ്ക്കുന്നതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ഒരേ ഇരിപ്പിരുന്ന് വീഡിയോ റെക്കോർഡ് ഓണാക്കി എടുക്കുമ്പോൾ നമ്മൾക്ക് പെട്ടെന്നൊന്നിത് വീഡിയോ എടുത്ത് കഴിയണം എന്നുള്ള ചിന്ത ഉണ്ടാവും. നോർമലി നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് ഇരുന്നും കിടന്നും നമ്മുടെ കംഫേർട്ട് അനുസരിച്ച് ചിത്രം വരയ്ക്കാം. പക്ഷേ ഇങ്ങനെ ഇരുന്ന് വരയ്ക്കുമ്പോൾ അതിൻ്റേതായ പ്രോബ്ലംസൊക്കെ ഉണ്ട്. വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഫസ്റ്റ് ഞാൻ വരച്ച ചിത്രം കേട്ടോ ഇതിനേക്കാൾ ഇഷ്ടപ്പെട്ടത്. ചിലപ്പം അത് ഒരുപാട് ടൈം എടുത്ത് ക്ഷമയോടെയൊക്കെ വരച്ചത് കൊണ്ടാവാം. ഞാൻ എന്തായാലും ലാസ്റ്റ് 2 ഡ്രോയിങ്ങും ആഡ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്യൂ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഡ്രോയിങ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് സന്ധ്യ ആയിട്ടോ. അതുകൊണ്ട് ഫൈനൽ വീഡിയോന് കുറച്ച് വെളിച്ചക്കുറവുണ്ട്. എന്തായാലും ഫൈനൽ റിസൾട്ട് ഒന്ന് കണ്ടു നോക്കിയാലോ. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.